അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സൈക്ലിംഗ് ആണ്. ആരുണ്ടോയെന്ന് അറിയില്ല. അത് കോട്ടപ്പടി ഭാഗത്തേക്ക് പോകുന്നതാണ്. ചേട്ടനൊക്കെ പണിയിലാണ്, കൃഷിപ്പണിയിലാണ് പുള്ളി. ആ ഭാഗത്തൊക്കെ ഫെൻസിങ് വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലായിടത്തും ഫെൻസിങ് വെച്ചിട്ട്. ഈ ഭാഗത്തേക്ക് ആന ഇറങ്ങണ സ്ഥലമാണെന്ന് അറിയില്ല, കുറച്ച് ദൂരം കൂടി പോകാം. ഇവിടെ എന്തൊക്കെയോ ചെറിയ മരങ്ങൾ വെച്ചിട്ടുണ്ട്. മറ്റേ റംബുട്ടാനാണെന്ന് അറിയില്ല. റംബുട്ടാൻ്റെ അല്ല ഇങ്ങനെയല്ലല്ലോ. ഫ്രൂട്ട്സ് ആയിട്ടുള്ള എന്തോ മരമുണ്ട്. കേട്ടോണേ. അതൊരു പാറയുടെ ആനയാണോ പാറയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ്. അടുത്തൊരു ചേച്ചി ഈ സഞ്ചിയിൽ എന്താണെന്ന് ചോദിക്കണേ. എന്തെങ്കിലും വിൽക്കാൻ കൊണ്ട് കിടക്കുകയാണെന്നാണ് ചോദ്യം. പുള്ളി അതൊന്നും അങ്ങനെ കണ്ടു പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞ എല്ലാ നാട്ടുമ്പുറത്തുകാരാണ്. പ്രായമുള്ളൊരു പുള്ളിക്കാരിയാണ്. അപ്പോൾ കൂട്ടത്തിൽ എന്തെങ്കിലും കപ്പലിൻ്റെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ അത് നിൽക്കാമല്ലേ. ഫ്രൈഡ് ഇറക്കുള്ള ആവശ്യം കിട്ടും. ചിലവില്ലാതെ ഇവിടേക്ക് എന്തോ ഒരു കൃഷി നടക്കുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു ഇവിടെ റബ്ബറാണ്. വിശദമായ ഏരിയ ഉണ്ട്. എന്നാൽ അവിടെ വീടുകളുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ റബ്ബർ ചുരുട്ടാനും പരത്താനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നാട്ടുമ്പുറമാണ്. ചേട്ടൻ അവിടെ നിന്ന് ചായ കുടിക്കാൻ ഉമ്മറപ്പടിയിലേക്ക്. യാത്രയുടെ ഇടവേള നമുക്ക് ചായയുടെ പരിപാടിയില്ല. ഇത് നല്ല ചെടികളോട് താല്പര്യമുള്ള ഒരു ചെടി വെച്ചിട്ടുണ്ട്, ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഭംഗി എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല തിക്കായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ അങ്ങോട്ടോ പോകുന്നുണ്ട്. കോട്ടപ്പടി എന്നൊക്കെ പറഞ്ഞാൽ പോണത്. ഏതാ സ്ഥലം എന്നറിയില്ല, ചിലപ്പോൾ കാടായിരിക്കാം. അവിടെ മണ്ണ് വെച്ച് പണിതൊരു വീട്. കയറ്റോണേ ആണ് കിതയ്ക്കണ. ഇതൊക്കെ ഗ്രാമപ്രദേശമാണ്, കംപ്ലീറ്റ് ഗ്രാമാന്തരീക്ഷം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. കാണാൻ പറ്റുന്ന അവിടെയൊക്കെ കൃഷിയാണ്. എന്തോ ഒരു സ്പെഷ്യൽ മരം നിൽക്കുന്നുണ്ട്. എൻ്റെ മരമൊന്നും ഒരു പിടിയില്ല. ഫ്രൂട്ട്സ് മരമാണെന്ന് തോന്നേ. അപ്പോൾ നമ്മൾ പോകേണ്ടത് ഈ ഒരു വളവിൽ കൂടി അങ്ങോട്ടാണ് കേട്ടോ. ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ.
ഏകദേശം 5 മണിയായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പിന്നെയും കയറ്റമാണ്. ഇവിടെ മൊത്തം കയറ്റുറക്കണം. കണ്ടോ, റൈഡേഴ്സിന് പോകണം. സൈക്കിൾ റൈഡേഴ്സ് നല്ല ക്ലൈമ്പും കിട്ടും. ഇത് മിക്കവാറും നമ്മളെ ആയാലും പോകാൻ പറ്റുന്ന നോട്ടെ. കയറുക എന്നുള്ളതാണല്ലോ ക്യാമറ ആകുന്നുണ്ട്. കയറി കയറി പ്രാണിയുണ്ട് കേട്ടോ കറി. നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് റൈഡിങ്ങാണ്, സൈക്കിൾ റൈഡിങ്. പിന്നെ ആരും പോകാത്ത ചില റൂട്ടുകൾ. ഇപ്പം നമ്മൾ പോണത് കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലം ലക്ഷ്യമാക്കിയാണ്. എന്തോരുണ്ടെന്നൊന്നും അറിയില്ല സ്ഥലത്തേക്ക്. ഏതായാലും പോവാം. ആ ഭാഗത്തേക്കിട്ട മലയാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ചെറിയ കുന്നിൻ്റെ മുകളിൽ കൂടിയാണ് പോണത്. ഈ വഴിയെന്ന് കണ്ടിട്ട് നോക്കണ്ട, അത് ആന ഇറങ്ങി വന്ന വഴിയായിരിക്കും. ഒന്നും പറയാൻ പറ്റൂലേ. ഇപ്പം അങ്ങോട്ട് ഇറക്കണിഞ്ഞ് എന്താ അവിടെ കാണാൻ പറ്റുന്ന റോഡ് സ്വാഭാവികമായിട്ട് ഇറക്കണം. ഇവിടെയൊക്കെ താഴ്ചയാണ് കണ്ട. ഇവിടെ റബ്ബർ വെട്ടുണ്ട്, ഗ്രാമപ്രദേശമാണ്. സോളാർ ലൈറ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് രാത്രി ചിലപ്പോൾ കുഴപ്പമുണ്ടാകുന്നത് പറയാൻ പറ്റില്ല. കോട്ടപ്പടി ചെന്ന് കഴിഞ്ഞാൽ ഈ വഴി തന്നെ തിരിച്ച് വരേണ്ടി വരുമോയെന്ന് അറിയില്ല. അവിടെ നിന്ന് വേറെ വഴി ഉണ്ടോയെന്നറിയില്ല, കോതമംഗലത്തേക്ക് അല്ലെങ്കിൽ പെരുമ്പാവൂരിലേക്ക്. ആരാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനില്ല, അത് പയ്യനോട് വെച്ചിട്ടല്ല. ഇതങ്ങനത്തെ ഒരു ഏരിയയാണ്. പലച്ചീപ്പുണ്ടല്ലേ ലെഫ്റ്റ് സൈഡ്. ഓടക്കാലി, കണിച്ചാട്ടുപാറ, മേക്കപ്പാല. കണിച്ചാട്ടുപാറ ഈ കാണുന്ന റൈറ്റാണ് കേട്ടോ. ഓടക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ വീണ്ടും കയറ്റം. നമുക്ക് 6 അടി പോവാം, നല്ല കാര്യം. ഇപ്പോൾ പോണത് നമ്മളിങ്ങോട്ടാണ്. എനിക്ക് കാടാണ്, ഈ ഫോറസ്റ്റാണ് കണ്ടോ. ഫോറസ്റ്റിൻ്റെ ഏരിയ ആണത്. പക്ഷേ ഈ ഫെൻസിങ് കൊണ്ട് ആന വരാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കണം. ചിലപ്പോൾ വരാം. ഇതവിടെ ഒരു വലിയ ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് സൈക്കിളൊന്നറിയാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനും കുഞ്ഞമ്മണിയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോറസ്റ്റാണ്. ആനയോ പുലിയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ചിലപ്പോൾ ചാടി വീഴാം. ഒരു മനുഷ്യനും കാണുന്നില്ല അവിടെ സൈക്കിളിൽ. നമ്മളെങ്ങോട്ടാണ് പോണതെന്നൊന്നും അറിയില്ല.
രണ്ട് കൈ പിടിച്ച് പോയില്ലെങ്കിലേ കയറ്റ് വേണ്ട ഇറക്കണം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളേ. കുറച്ച് അട്ടകൾ ഇതിൽ പോകുന്നുണ്ടല്ലോ, റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. മുടക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ റോഡ്. തിരിച്ച് ഈ വഴി തന്നെ വരേണ്ടി വരുമെന്നറിയില്ല. പെരുമ്പാവൂർക്ക് ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല ആയിരിക്കും. എങ്ങനെയെങ്കിലും ആവട്ടെ, എന്തായാലും ഇപ്പം നമുക്കെന്ത്. കയറ്റണേ, രണ്ട് കൈ പിടിച്ച് കിട്ടുന്നു. ഇവിടെ ഒരു സ്വാമിയെ ശരണയ്യപ്പ കുളക്കുന്നേൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അരുവ പാട വ്യൂ. ആ ഭാഗത്തേക്ക് എവിടെയുണ്ട് മേക്കപ്പാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ടത്. ആ ഭാഗത്ത് എവിടെയുണ്ട്, ഇതിൻ്റെ അകത്താണ്. ഫോറസ്റ്റാണ്. അയ്യപ്പൻ്റെ ക്ഷേത്രം. സീസണിൽ മാത്രം ഓപ്പൺ ആവുള്ളൂ ആയിരിക്കും. ഇത് കംപ്ലീറ്റ് സൈഡിലും ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇവിടെ ഈ താടി മുടിയൊക്കെ കാണുമ്പോഴേ ഞാനെങ്ങനെ ഈ കയറ്റോടി ചവിട്ടി കയറിയെന്നായിരിക്കും. ആ മനസ്സിൻ്റെ പവറല്ലേ, മനസ്സുണ്ടെങ്കിൽ എന്താണ്ടില്ലെങ്കിൽ ഒന്നുമില്ല. അത്രയുള്ളൂ. ഇവിടെ ഡീപ്പായിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നറിയില്ല. താഴേക്ക് അവിടെ ഒരു കനാലെന്തോ പുതിയതായിട്ട് പണിയിക്കേണ്ടായിരുന്നു കേട്ടോ. പുതിയതല്ല, പഴയതാണ്. പക്ഷെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഞങ്ങളൊക്കെ പോയാലെന്താണെന്നറിയില്ല. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കാണുമെങ്കിലേ നല്ല ഇറക്കമാണ്. ഏതായാലും വന്നല്ലേ, അങ്ങോട്ടൊന്ന് പോയി നോക്കാമല്ലേ. റബ്ബർ എസ്റ്റേറ്റ് ആണോന്നറിയില്ല. ഏതായാലും കനാലൊക്കെ പോകണ്ട. അപ്പോൾ വീടുകളും കൃഷിഭൂമിയൊക്കെ കാണുമായിരിക്കും ആ ഭാഗത്ത്. അവിടെ പോകാനുണ്ടോയെന്നറിയില്ല. നമുക്ക് പോകാം. ഇവിടെ റൈറ്റ് സൈഡിലുണ്ട് ഒരു കനാൽ. ഇതൊരു ഏരിയയൊക്കെ ഉണ്ട്. നമുക്ക് തിരിച്ചെന്നാലും ഇന്ത്യ കയറേണ്ടി വരും. നല്ല കയറ്റമാണ്. ഇനി ഫോറസ്റ്റുകാരുടെ ഏരിയയാണോ മരം കേസെടുക്കണമെന്ന് അറിയില്ല. ഇല്ല, ആ ഫെൻസിങ്ങുള്ള ഭാഗത്തായിരുന്നു. അങ്ങനെയില്ല. ഇതൊരു കനാലാണ് കേട്ടോ സൈഡിൽ. നമുക്കത് അവിടം വരെ പോയാൽ മതി. അവിടെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ. എന്തായിരിക്കും ഈ കനാല് നല്ല ദൂരത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വെള്ളമൊന്നുമില്ല. കുറച്ച് ഭാഗത്തേക്ക് പൊട്ടി കിടക്കാണ്. അപ്പോൾ അന്ന് വെച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല. സ്ഥലം ഒന്നും ഒരു പിടിയില്ല. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് അങ്ങനെ ഒരു പേരാണ് പറഞ്ഞില്ല. നമുക്ക് അങ്ങ് പോവാം. എന്തെങ്കിലുമൊക്കെ കൃഷിഭൂമി താമസമുള്ള സ്ഥലമൊക്കെ തന്നെയുണ്ട്. കേട്ടോണേ. അങ്ങോട്ട് റോഡ് മോശം. ഇനി രക്ഷയില്ല, റോഡ് മോശം. അപ്പം ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ കൃഷിഭൂമിയൊക്കെയാണ് ശരിക്കും. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോയാലേ പണിയാവും.